എറണാകുളത്ത് നാവികസേനയുടെ ക്വാർട്ടേഴ്സ് കെട്ടിടത്തിൽ തീപിടുത്തം. ഹൈക്കോടതിക്ക് സമീപമുള്ള കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. നിഷ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഷ, എന്താണ് നൽകുന്ന വിവരങ്ങൾ? ഈ വലിയ തീപിടുത്തമാണോ ഉണ്ടായത്? നീലിമ, അല്പസമയം മുമ്പാണ് ഈ ഹൈക്കോടതിക്ക് സമീപമുള്ള സെൻറ്റ് ബെനഡിക്ട് റോഡ്, ഇത് കച്ചേരിപ്പടിക്കടുത്താണ്. ഇവിടെ നേവിയുടെ ഒരു ഫ്ലാറ്റിലാണ് തീപിടുത്തം ഉണ്ടായത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഫ്ലാറ്റാണ് ഇത്. 14 നിലകളുള്ള ഫ്ലാറ്റാണ്. ആ ഒരു കെട്ടിട സമുച്ചയത്തിലെ ഏറ്റവും മുകൾ നിലയിലാണ് തീ പിടിച്ചത്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും വെള്ളം അടിച്ച് ഫയർഫോഴ്സ് എത്തി വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിൽ പോലും ഉള്ളിലൊന്നും അല്പം പോലും തീ ഉണ്ടാവരുതെന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ ഇപ്പോഴും വെള്ളം അടിച്ച് തീ പൂർണ്ണമായും തന്നെ അണച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ മുകൾ നിലയിൽ താമസക്കാരില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവിടെ താമസക്കാരുണ്ട്. 14 നിലകളുള്ള കെട്ടിടമാണ്. ഇതിൻ്റെ ഏറ്റവും മുകൾ നിലയിലുള്ള സ്ഥലത്താണ് തീ പിടിച്ചത്. എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഈ നിലയിൽ ആൾതാമസമില്ല. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. എന്തായാലും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സെൻറ്റ് ബെനഡിക്ട് റോഡിലെ നേവിയുടെ ഫ്ലാറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ഈ ഒരു മുറിക്കാണ് തീപിടിച്ചതെന്നാണ് പോലീസും ഫയർഫോഴ്സും നൽകുന്ന വിവരം. ഫയർഫോഴ്സ് വേഗത്തിൽ തന്നെ എത്തി തീയണച്ചതിനാൽ വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നത്. എന്തായാലും യാതൊരു തരത്തിലുള്ള അവിടെ ആൾതാമസമില്ലാത്തതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പോലീസും ഫയർഫോഴ്സും എറണാകുളത്ത് തീപിടുത്തമുണ്ടായി, പക്ഷേ നിയന്ത്രണ വിധേയമാണ് സാഹചര്യം. നിഷയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.